ആലപ്പുഴയിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമായി ഒരു യുവതി പിടിയിലായിരിക്കുകയാണ്. പക്ഷേ യുവതിയുടെ വിവരങ്ങൾ വിശദ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ നിരവധി സിനിമാ പ്രവർത്തകരുമായി ഇവർക്ക് ബന്ധമുണ്ട്, നിരവധി പേർക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മാരാരിക്കുളത്തെ റിസോർട്ടിൽ നിന്നാണ്. ഈ മാരാരിക്കുളം റിസോർട്ട് മുമ്പും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ, നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു കൊലപാതകം തന്നെ നടന്നതാണ്. ഈ മുത്തൂറ്റ് കുടുംബത്തിലെ പോൾ മുത്തൂറ്റ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടത് ആ മാരാരിക്കുളം റിസോർട്ടിൽ നിന്ന് പോകുമ്പോഴാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നതാണ്. ചില CPM നേതാക്കളുടെ മക്കളുടെ പേരൊക്കെ അതിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു റിസോർട്ടാണ്. അവിടെ ഈ ഹൈബ്രിഡ് ഇനത്തിലുള്ള മയക്കുമരുന്ന് കൈമാറാനാണ് ഈ യുവതി എത്തിയതെന്നാണ് എക്സൈസ് പുറത്തുവിടുന്ന വിവരം. എന്തായാലും അത് 2 കോടിയിലേറെ രൂപ വില വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ വിവരം. അപ്പോൾ ഇവർക്ക് ഈ സിനിമാ നടന്മാരുമായിട്ടും നടിമാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ഈ സ്ത്രീ തന്നെ, ഇപ്പോൾ ഈ അറസ്റ്റിലായ ആ സ്ത്രീ തന്നെ ചില സിനിമകളിൽ എക്സ്ട്രാ നടിയായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില മലയാള സിനിമകളിലും അവരത്തരത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ ഈ മട്ടാഞ്ചേരിയിലെ ചില പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് ഈ സംഭവത്തിന് ബന്ധമുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. ഇവർ എക്സൈസിന് കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച്, അതായത് ഈ പിടിയിലായത് കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയാണ് പിടിയിലായത്. ഇവർ ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചെന്നൈയും കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവർ മുമ്പും നിരവധി കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച കേസിലെ കൂട്ടുപ്രതിയാണ് ഈ തസ്ലീമ സുൽത്താന. അവർ അതിൽ ജാമ്യത്തിൽ കഴിയുകയാണിപ്പോൾ. എന്തായാലും ഇവർ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S. വിനോദ് കുമാറാണ് മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറിയത്. അദ്ദേഹം പറയുന്നത് 2 സിനിമാ നടന്മാർക്ക് ഇവർ മയക്കുമരുന്ന് സ്ഥിരമായിട്ട് കൈമാറാറുണ്ട് എന്നുള്ളതാണ്. ആ 2 പേരെയും ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ ഉടൻ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അതായത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, അതുപോലെ ശ്രീനാഥ് ബാസി, ഇവർ 2 പേരുടെയും പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവർക്ക് സ്ഥിരമായിട്ടും മയക്കുമരുന്ന് നൽകാറുണ്ടെന്നാണ് ഇവരുടെ മൊഴി, ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന മൊഴി. ഇത് കൂടുതൽ അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുള്ളൂ. നേരത്തെ ഈ 2 പേരും ഇതുപോലെ മയക്കുമരുന്ന് ആരോപണത്തിൽ പെട്ട ആൾക്കാരാണ്, വിധേയരായ ആൾക്കാരാണ്. കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് അവരെ, മാത്രമല്ല സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്നൊരു ഇന്റർവ്യൂവർ ചോദിച്ചപ്പോൾ ശ്രീനാഥ് ഭാസി ഷൈൻ ആണെന്ന് പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗമായിരുന്നു കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീ കൊടുത്ത മൊഴി അനുസരിച്ച് 2 പേര്, ഈ 2 നടന്മാരെ, അത് എക്സൈസ് കൃത്യമായ വിവരങ്ങളല്ല, അവരുടെ പേരുവിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ലെങ്കിലും അവരെ രക്തപരിശോധനയ്ക്കും ഒപ്പം ഈ തലമുടി, ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തലമുടിയിൽ നിന്ന് അറിയാൻ സാധിക്കും എന്നാണ്, രാസപരിശോധന കൊണ്ട് അറിയാൻ സാധിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെ അത് സാമ്പിളൊക്കെ എടുത്ത് പരിശോധിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് എക്സൈസ്. എന്തായാലും ഈ സ്ത്രീയുടെ മൊബൈൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നിരവധി വാട്സാപ്പ് ചാറ്റുകളുണ്ട്. ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്കും സൈബർ സെല്ലിൻ്റെ പരിശോധനയ്ക്കുമായിട്ട് കൈമാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, ആരൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടു, സിനിമാ മേഖലയിലെ ഏതൊക്കെ നടന്മാർ, നടിമാർ, അതുപോലെ സംവിധായകർ, മറ്റ് പ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ തസ്ലീമ സുൽത്താനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ, അതിൻ്റെ ചാറ്റുകൾ ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത്. പക്ഷേ എന്നാലും ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ലഹരി വിമുക്ത ക്യാമ്പയിനുകളുമായിട്ട് നമ്മളുടെ സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് നിൽക്കുമ്പോൾ ഒറ്റയൊരു നടന്മാരെയോ നടിമാരെയോ ഇത്തരത്തിൽ പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു യുവതിയിലൂടെ 2 നടന്മാരുടെ പേര് പുറത്തു വരുന്നതും. പക്ഷേ അവരുടെ ചാറ്റുകൾ അവർ തന്നെ മൊഴി പറഞ്ഞത് നിരവധി സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ പോലീസിന് ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ഒരുപാട് പേരെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു മേഖലയിലോട്ട് അവരുടെ കേസന്വേഷണം പോയിട്ടില്ലല്ലോ, അവരെ പ്രതി ചേർക്കുകയൊന്നും ഉണ്ടായിട്ടില്ല.
നമുക്കറിയാം നിരവധി ചെറുപ്പക്കാരായ യുവ നടന്മാരും നടിമാരും ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ട്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൃത്യമായി അത്തരത്തിലേക്ക് നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല. ഈ നടന്മാരുടെ ഇടയിലുള്ള സ്വാധീനമാണോ അല്ലെങ്കിൽ ഇവരുടെ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. കൃത്യമായ തെളിവുകൾ പുറത്തു വരട്ടെ. പുറത്തു വന്നാൽ മാത്രമേ ഇവർ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടവരാണോ അതോ ഇവർ നിരപരാധികളാണോ എന്നൊക്കെ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ 2 കോടിയിലേറെ രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അതിന് തന്നെ വളരെ വലിയ വിലയാണ്. അത് ചെറിയ 1 ഗ്രാം 2 ഗ്രാമിന് പോലും വലിയ തുക കൊടുക്കണം. ആ ഡ്രഗ്സ് ആ പറയുന്ന ഡ്രഗ്സിനേക്കാൾ മാരകമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ എക്സൈസ് പുറത്തുവിട്ടിരിക്കുന്ന കൈമാറിയിരിക്കുന്ന വിവരമനുസരിച്ച് മാരകമാണ്. അത് വന്നിരിക്കുന്ന വിദേശത്തെന്നാണ്. നമ്മളത് വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. വിദേശത്തുനിന്ന് ഇവർ വിമാനത്തിലൂടെയും മറ്റും ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഈ പറയുന്നത് പോലെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ്. തസ്ലീമ സുൽത്താൻ വാസ്തവത്തിൽ അത് വിതരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻ്റാണ്. അവർക്ക് ഇത് നൽകുന്ന ഒരു വലിയ ഒരു മാഫിയ അതിൻ്റെ പുറകിലുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും അവരിലേക്ക് അന്വേഷണം പോകും. ഇപ്പോൾ ആലപ്പുഴ നാർക്കോട്ടിക്സ് CI മഹേഷും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. തുടരെ അന്വേഷണം. ഇവർ ക്രിസ്റ്റീന എന്ന് ഇവർക്ക് വിളിപ്പേരുണ്ട് ഈ തസ്ലീമ സുൽത്താനയ്ക്ക്. ഇവർ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു കാറിലാണ് ഇവർ ഈ മാരാരിക്കുളത്ത് റിസോർട്ടിലേക്ക് വരുന്നത്. ഇവരുടെ കൂടെ ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ആ മക്കളെയും ഭർത്താവിനെയും റിസോർട്ടിന് പുറത്തൊരു സ്ഥലത്ത് ഇവർ കാറിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് ഇവർ കാറുമായിട്ട് റിസോർട്ടിനകത്തേക്ക് വന്നത്. അകത്ത് വെച്ചാണ് ഇത് കൈമാറുന്ന സമയത്താണ് ഇത് അകത്തെത്തിയതിന് ശേഷം ഇവരെ പരിശോധിച്ചപ്പോഴാണ് ഇവർ പിടിയിലായതെന്ന് പറയപ്പെടുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, വാട്സാപ്പ് തുടങ്ങിയ അതുവഴിയാണ് ഈ ഇടപാടുകളൊക്കെ നടത്തിയിരുന്നത്. അതിൻ്റെ ചാറ്റുകൾ ഇനി ഈ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ കൂടുതൽ കണ്ടെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എക്സൈസ് പറയുന്ന മറ്റൊരു വിവരം, ഇവർ ഈ ഭർത്താവിനെയും കുട്ടികളെയും മറയാക്കിയിരുന്നു എന്നാണ്. മുമ്പും ഇവർ മയക്കുമരുന്ന് കടത്തിന് പിടിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരു ചെറിയ കേസല്ല. സാധാരണ നിലയ്ക്ക് ഈ 5 ഗ്രാം 10 ഗ്രാം ഒക്കെ ചില പുകയ്ക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ആ കേസൊന്നുമല്ല. വളരെ മാരകമാണ്. വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഇവരുടെ ഒപ്പം ഒരു ഫിറോസ് എന്ന് പറയുന്ന ഒരാളുകൂടെ പിടിയിലായിട്ടുണ്ട്. അയാൾ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയാണ്. ഈ ഫിറോസുമായിട്ട് ചേർന്ന് ഇത് വിൽക്കാനാണ് ഇവരിത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിറോസിനെയും ഇവരെയും ഒരുമിച്ച് അവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. ഈ റിസോർട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഇവർ റിസോർട്ടിൽ എത്തുമെന്നുള്ള വിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു. ആ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പാർട്ടി വളരെ രഹസ്യമായിട്ട് ഈ റിസോർട്ടിൽ എത്തുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവരെ ഈ മയക്കുമരുന്നുമായി എത്തിയ ഇവരെയും അത് വാങ്ങാൻ വന്ന ഈ വിൽപ്പനയ്ക്ക് സഹായിക്കാൻ വന്ന ഫിറോസിനെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് വിൽക്കാൻ, അതായത് ഈ സാധനം വിൽക്കാനാണ് സുഹൃത്തായ ഫിറോസിൻ്റെ സഹായം അവർ തേടിയത്. അതാണ് എക്സൈസ് മനസ്സിലാക്കിയത്. ഒപ്പം ഇതിൻ്റെ പണമിടപാട് നടക്കുന്നത് ഓൺലൈനായിട്ടാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ അതിനുണ്ട്. അപ്പോൾ ലഹരിക്കടത്തിന് കൃത്യമായി ഈ ഓൺലൈനിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി കുടുംബത്തെ മറയാക്കി തസ്ലീമ സുൽത്താൻ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എക്സൈസ് പുറത്തുവിടുന്നത്. എന്തായാലും കൊച്ചിയിലും ചെന്നൈയിലും ശക്തമായ വേരുകളുള്ള വലിയൊരു മാഫിയ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് കൃത്യമായിട്ടും എക്സൈസ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമാ മേഖലയാണ് ഇതിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ. സിനിമാ മേഖലയിലുള്ളവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരെ കൃത്യമായിട്ട് ഇനി അന്വേഷിച്ച് തെളിവ് സഹിതം അവരെ പിടികൂടുക എന്നുള്ളതാണ് എക്സൈസിൻ്റെ അടുത്ത നടപടി. അതിലേക്ക് കടക്കുന്നു എന്നാണ് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ S. വിനോദ് കുമാർ നൽകുന്ന വിവരം.